നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 3 മണിക്കൂറിൽ താഴെ മാത്രമേ സമയമുള്ളൂ. പലയിടങ്ങളിലും ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. പറവൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇപ്പോൾ PK ഫിറോസ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഇങ്ങനെ പലയിടങ്ങളിലും ഇന്ന് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സമയപരിധി അവസാനിക്കുകയാണ്. 11 മണി മുതൽ 3 മണി വരെയാണ് പത്രിക നൽകാനുള്ള സമയം. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം പത്രികാ സമർപ്പണത്തിന് വേണ്ടത്ര സമയമില്ല എന്നുള്ള തരത്തിലുള്ള പരാതികൾ മുന്നണികളിൽ പലയിടങ്ങളിൽ നിന്നും ഉയർന്നതാണ്. ഇന്ന് പത്രിക നൽകാനുള്ള സമയപരിധി അവസാനിക്കുന്ന ദിവസം കൂട്ടത്തോടെ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ഇന്ന് പത്രിക നൽകുന്ന ദിവസമാണ്. ഇതിനകം മന്ത്രിമാരായ GR അനിൽ ഒപ്പം AK ശശീന്ദ്രനൊക്കെ പത്രിക നൽകിയിട്ടുണ്ട്. തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി അപ്പു ജോൺ ജോസഫ് ഇതിനോടകം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി സുധീർ കരമനയും പത്രിക നൽകിയിട്ടുണ്ട്. പത്രികാ സമർപ്പണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ PK ഫിറോസാണ് പത്രിക നൽകാൻ എത്തിയിരിക്കുന്നത്. ലീഗ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത് ആറ്റിങ്ങലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി OS അംബിക വീണ്ടും മത്സരിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവിടെയും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകുന്നുണ്ട്. നിരവധി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മഞ്ഞളാംകുഴി അലി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ലീഗ് സ്ഥാനാർത്ഥി അദ്ദേഹം വീണ്ടും ആ സീറ്റിൽ നിന്ന് ജനവിധി തേടുകയാണ് മുസ്ലിം ലീഗിന് വേണ്ടി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നാമനിർദ്ദേശ പത്രിക. ഇത് TK ഗോവിന്ദനാണ്. CPIMനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നടത്തിയ വാർത്താ സമ്മേളനം നമ്മുടെ മുൻപിലുണ്ട്. അതിനുശേഷം CPIM അദ്ദേഹത്തെ പുറത്താക്കുകയാണ്. UDFന്റെ പിന്തുണയോടെ, കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് അവിടെ TK ഗോവിന്ദൻ മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോൾ AK ശശീന്ദ്രൻ അദ്ദേഹം എലത്തൂരിൽ വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ പത്രികാ സമർപ്പണ ദൃശ്യങ്ങൾ കൂടി. ഇത് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ അദ്ദേഹം പത്രിക നൽകുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നടത്തിയ ഒരു വിവാദ പരാമർശമുണ്ട്. അതിൽ ഇപ്പോഴും വാക്പോര് തുടരുന്നുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോപണത്തെ പിന്തുണച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ താൻ വർഗീയത കാണുന്നില്ല എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ച നിലപാട്. മതം പറഞ്ഞ് വോട്ട് തേടൽ എന്നുള്ള തരത്തിൽ അക്കാര്യത്തിൽ പരാതി വന്നതാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശ്രീജിത്ത് സുകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, B ഗോപാലകൃഷ്ണൻ പത്രിക നൽകുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനെതിരായ പരാതി ഉണ്ട്. അതിൽ ഇപ്പോൾ തന്നെ കേസുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? അല്പസമയം മുൻപാണ് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ പത്രികാ സമർപ്പണത്തിനായി ചാവക്കാട് താലൂക്ക് ഓഫീസിൽ എത്തിയത്. എന്തായാലും അദ്ദേഹം പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി വലിയൊരു പ്രകടനം പോലീസ് സ്റ്റേഷന് മുൻപിൽ നിന്ന് പ്രവർത്തകർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഈ കേസിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ആ പ്രകടനം ഒഴിവാക്കി താലൂക്ക് ഓഫീസിന് മുൻവശത്തേക്ക് മാത്രം എത്തിച്ചേരുകയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പ്രവർത്തകർ, ഏതാണ്ട് ഒരു 100ഓളം വരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇതിനകത്തേക്ക് അദ്ദേഹം കയറി പോയിരിക്കുകയാണ്. എന്തായാലും ഈ കേസിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇനിയൊരു പരസ്യ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർത്തും വർഗീയമായ പരാമർശമാണ് എന്ന് UDFും LDFും മറ്റു കക്ഷികളും ഒക്കെ ആരോപിക്കുന്നു. അത് മതം പറഞ്ഞുള്ള വോട്ട് തേടലല്ല എന്ന ഒരു പ്രതിരോധമാണ് BJP തീർക്കുന്നത്. പക്ഷേ എതിർപക്ഷത്ത് കൃത്യമായ രീതിയിൽ അത് മതം പറഞ്ഞുകൊണ്ടുള്ള വോട്ട് തേടൽ തന്നെയാണ്. ഈ ഒരു സമയത്ത് അത് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്. അത് മതം പറഞ്ഞുകൊണ്ടുള്ള വോട്ട് തേടൽ തന്നെയെന്ന് എതിർ കക്ഷികളും ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും LDFന്റെയും UDFന്റെയും പരാതി ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കേസെടുത്തിരിക്കുന്നത്. ഇനി കേസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നോമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും ഒരുപക്ഷെ ഒരു തർക്കം വരിക. അങ്ങനെയാണെങ്കിൽ BJPയുടെ ജില്ലാ സെക്രട്ടറി ബൈജുവിനെ കൂടി ഡമ്മി സ്ഥാനാർത്ഥി KM ബൈജുവിനെ കൂടി ഡമ്മി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹവും പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. എന്തായാലും പത്രികാ സമർപ്പണത്തിന്റെ സൂക്ഷ്മ പരിശോധനാ വേളയിലായിരിക്കും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുക. ഏതെങ്കിലും തരത്തിൽ ഗോപാലകൃഷ്ണ സ്ഥാനാർത്ഥി നഷ്ടപ്പെട്ടാൽ ഈ പറയുന്ന ബൈജു ആയിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി. ഇതിനു മുൻപും പത്രികയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് നിവേദിതയ്ക്ക് ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത, ഗുരുവായൂരിൽ മത്സരിക്കാനുള്ള
സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥ മുൻപ് ഉണ്ടായിരുന്നു. എന്തായാലും ബി ഗോപാലകൃഷ്ണൻ അത്തരത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്കൊക്കെ പോകുമോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി LDF-ഉം UDF-ഉം നൽകിയിട്ടുണ്ട്. എന്തായാലും ഗോപാലകൃഷ്ണൻ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രതികരണത്തിന് ഗോപാലകൃഷ്ണൻ തയ്യാറായിട്ടില്ല. അതിനുശേഷം പിന്നീട് ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുകയാണ്. അത് നീക്കം ചെയ്യണമെന്ന് LDF-ഉം UDF-ഉം ഇതിനകം തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർഗീയമായ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്, മതം പറഞ്ഞുകൊണ്ടുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോഴും BJP-യിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കൃത്യമായ രീതിയിലുള്ള പിന്തുണ ഉണ്ട് എന്ന് പറയുമ്പോഴും എന്തായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവർ ഒരു ഭാഗത്ത് നടത്തുന്നത്. ഗോപാലകൃഷ്ണ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിന് പത്രിക സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്. പത്രികാ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണി വരെ മാത്രമേ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമുള്ളൂ. ഇപ്പോൾ പലയിടങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.